പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 22-ാം തീയതി ഞായറാഴ്ച. കർത്താവെ, അവിടുത്തെ ആരാധിക്കാനും അവിടുത്തെ വാഴ്ത്തുവാനും അവിടുത്തോട് ചേർന്ന് ബലിയർപ്പിക്കാനും ഒരു ദിവസം കൂടെ, ഒരു ഞായറാഴ്ച കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ ദിവസം മുഴുവനും ഏറ്റവും സന്തോഷത്തോടുകൂടെ അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, അവിടുത്തെ ജനനത്തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമേ. മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനം ഇന്ന് ധ്യാനിക്കാം. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. വിശുദ്ധ ഔസേപ്പിതാവിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ വാക്കുകൾ. ആരെയും അപമാനിതരാക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിത്വം, അപരനു വേണ്ടി സ്വയം അപമാനം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നൊരു വ്യക്തിത്വം. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്കും അങ്ങയെപ്പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും എത്ര ഭാഗ്യമുള്ളവരായി മാറിയേനെ. ഈശോയെ, അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ ഞങ്ങൾക്കിടയാകല്ലേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.